നമസ്കാരം. വീണ്ടും മണിപ്പിച്ചുമൽ ഹലോ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ദിവസം. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒപ്പം വിഷ്ണു ഇവിടെ ഉണ്ട്. ഒരു ചോദ്യം ചോദിക്കുക, ഞാനതിന് ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ വെനിസ്വേലയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു? ഇത് കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എങ്ങനെ അഫക്റ്റ് ആവും? ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അഫക്റ്റ് ആകുന്ന കാരണം കമ്മോഡിറ്റിന്റെ പ്രൈസ് എങ്ങനെ അഫക്റ്റ് ആവും? കമ്മോഡിറ്റി അഫക്റ്റ് ആകുന്ന കാരണം റുപ്പി വാല്യൂ എങ്ങനെയാണ് ഡിപ്രീഷിയേറ്റ് ആവും? അങ്ങനെ ഡിപ്രീഷിയേറ്റ് ആകുവാണെങ്കിൽ നമ്മളെ പോർട്ട്ഫോളിയോ എങ്ങനെ ഹിറ്റ് ആവും? വെനിസ്വേലയിൽ ഇന്ന് നടക്കുന്നു എന്നാൽ ട്രംപ് ബാഗു അതിനകത്ത് പോയി പ്രസിഡന്റ് എടുത്തോണ്ട് പോയി. ഈ ചട്ട് വെനിസ്വേല അവരത് എന്നാണ് അയാൾ പറയുന്നത്. വെനിസ്വേലയിൽ അവർ തന്നെ റൂൾ ചെയ്യുമ്പോൾ ഇല്ലയെന്ന് എന്നെ അറിയാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ രണ്ട് അടി അടിച്ച് കൂടെ എടുക്കും. അവിടെ ഇരിക്കുന്ന ഓയിലിന് ഷെവറോൺ ആൻഡ് മറ്റ് കമ്പനിയൊക്കെ അകത്ത് വിട്ട് അവർ എടുക്കാൻ പോകുന്നു. പക്ഷെ അത് നല്ല ക്വാളിറ്റി ഓയിലല്ല. അപ്പോൾ അതിനെ റിഫൈൻ ചെയ്ത് കെയർ ചെയ്ത് വരുന്നത് ഒരു ലോ ക്വാളിറ്റി ഓയിലായി തന്നെ ഇരിക്കും. ബട്ട് ഓയിൽ അവിടെ ഉണ്ട്, പെട്രോൾ വരും, ഡീസൽ വരും. ഇങ്ങനെ നോക്കുമ്പോൾ ഓവറോളായിട്ട് വില കുറയും. അതായത് കച്ച എണ്ണയുടെ വില കുറയും. പക്ഷെ നമുക്ക് വന്നിട്ട് പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും കുറയാന്ന് പറഞ്ഞ് ചോദിക്കാൻ ആർക്കും ത്രാണിയില്ല. അപ്പോൾ നമ്മളൊന്നും ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. സൗദി അറേബ്യ 2 പ്രാവശ്യം അവരെ പ്രൈസിനെ ഇറക്കിയിരിക്കുന്നു. പ്രൈസ് ഇന്നും താഴെ പോവും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കോപ്പർ, മറ്റ് മെറ്റൽസ് ഇതിൻ്റെ വില ഒക്കെ കയറിക്കൊണ്ടേയിരിക്കുന്നു. സിൽവർ വന്നിട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നു എന്നാൽ 1,00,000 താഴെ തന്നെ വിൽക്കുന്നു എന്ന് പറയുന്നു കിലോ. പക്ഷെ ഇവിടെ മാർക്കറ്റിൽ ഹയർ പ്രൈസ് വിൽക്കുന്നു. നോക്കുമ്പോൾ റിയൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 240, 250 തന്നെ. എന്തെന്ന് വെച്ചാൽ കമ്മോഡിറ്റി പ്രൈസ് കയറിയോണ്ടിരിക്കുന്നു. കോപ്പർ വില കയറുന്ന കാരണം എല്ലാ വിലയും കയറും. കോപ്പർ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി, ഇത് കാരണം പ്രഷർ കയറും. റിലയൻസിൻ്റെ അടുത്ത് റഷ്യൻ ഓയിൽ ടാങ്കർ 2 കണ്ടതായിട്ട് അമേരിക്ക പറയുന്നു. 500% സാങ്ഷൻസ് വരാൻ പോണതായിട്ട് പറയുന്നു. എന്ന് അതല്ല പറഞ്ഞോണ്ടിരിക്കുന്നു. ഇന്ത്യ പോയ ആഴ്ച ബിസിനസ്സിലില്ല. 6 മാസം ഹയസ്റ്റ് ഇന്ത്യ വാങ്ങിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് നിങ്ങൾ കണ്ടിരിക്കും. ലിൻസി ഗ്രീൻ എന്ന ആൾ എന്ത് പറയുന്നു എന്നാൽ ഇതുപോലത്തെ ആളുകളുടെ മേലിൽ 500% ടാക്സ് ഇടുമെന്ന് അടുത്ത ആഴ്ച ബില്ല് കൊണ്ടുവരാൻ പോകുന്നു. ആ ബില്ല് വരുവാണെങ്കിൽ റിലയൻസ് നന്നായിട്ട് ഇറങ്ങും. പാസ്സായാൽ റിലയൻസ് അടിപടിയും, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ മേളിൽ ടാരിഫിലും നമ്മ മാർക്കറ്റ് ഇതിട്ട് പ്രഷറിലിരിക്കും. റുപ്പി ഡിപ്രീഷിയേറ്റ് ആവും. വെനസ്വേലർ എടുത്തത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന എണ്ണ നമുക്ക് കിട്ടുമോ എന്ന് ക്ലാരിറ്റി ഇല്ല. ഇത് കാരണം മാർക്കറ്റിൽ പ്രഷർ ഭയങ്കരമായിട്ടിരിക്കും. ഇപ്പൊ പ്രഷർ ഭയങ്കരമായിരിക്കും എന്ന സ്ഥിതിക്ക് ഒരു 1000 പോയിന്റ് ഇറങ്ങുമെന്ന് നമുക്ക് എതിർനോക്കാം സർ. അതായത് ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതിനെ ആര് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കിനെ വാങ്ങി മാർക്കറ്റിനെ കയറ്റിയില്ലെങ്കിൽ ഒരു 1000 പോയിന്റ് ഓൾറെഡി ഇറങ്ങിയിരിക്കും. നിങ്ങൾ എല്ലാ പബ്ലിക് സെക്ടർ സ്റ്റോക്ക് വാങ്ങി കോൾ ഇന്ത്യ അത് ഇതെന്നൊക്കെ വാങ്ങി ഇന്ത്യയുടെ പബ്ലിക്കിന് ഒരു പബ്ലിക് ഇഷ്യൂ ഇട്ട് എല്ലാ ജോലിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പബ്ലിക് സെക്ടർ വെളിയിൽ എടുക്കുവാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നും ഒരു 1000 പോയിന്റ് വിழுന്നിരിക്കും. ബില്ല് പാസ്സായെങ്കിൽ മാർക്കറ്റ് 22, 23 കൂടെ വരാൻ ചാൻസ് ഇരിക്കുന്നു. അതായത് ഈ ബിൽ പാസ്സായി ഇന്ത്യയുടെ മുകളിൽ ടാരിഫ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഇന്നും ഫാസ്റ്റായിട്ട് ഇറങ്ങും. 500% ടാരിഫ് നമ്മുടെ മാർക്കറ്റ് താങ്ങുമാ സർ? ഞാനും പറയുന്നത്, ഇന്ന് ഞാൻ ഈറോട്ടിലിരിക്കുന്നു. ഈറോഡിൻ്റെ അടുത്ത് കരൂർ, തിരുപ്പൂരിലിരിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ വില കൊണ്ട് ഇപ്പോൾ തന്നെ താങ്ങാൻ പറ്റുന്നില്ല പറയുന്നു. അതുമല്ലാതെ ട്രംപിൻ്റെ ടാരിഫ് വളരെ കൂടുതലിരിക്കുന്നു എന്ന് അവർ വിഷമിക്കുന്നു. പറയാന്ന് വെച്ച് നോക്കുമ്പോൾ ടിഫൻ കോഫി റേഞ്ച് നമ്മൾ ഹോൾഡ് ചെയ്യാമോ എന്ന ഒരു പേടി വരുന്നു. അത് തന്നെ ഇത്ര ദിവസം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതും ഇത് തന്നെ. എപ്പോൾ നിങ്ങൾ വാങ്ങണമോ അപ്പോൾ നിങ്ങൾ വാങ്ങത്തില്ല, ത്രാണിയില്ല എന്ന് പറയും. ഇപ്പോൾ വാങ്ങണ്ടമോ അപ്പോൾ നിങ്ങൾ ചോദിക്കും വാങ്ങട്ടാന്ന് ചോദിക്കും. അല്ല, ഇറങ്ങുന്ന സമയം കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. വളരെ ഇഷ്ടപ്പാട് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ITC മാത്രം തന്നെ ലഞ്ച് ആ പൊസിഷനിൽ വരാൻ ഒരു സാധ്യത ഇരിക്കുന്നു. 120 വരുവാണെങ്കിൽ ലഞ്ച് തന്നെ. ആ ലെവലും അതിന്റെ താഴെ ഇറങ്ങുമോ എന്നൊരു ഇത് നോക്കിയിരിക്കുന്നു സർ. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ എല്ലാം വളരെ ഹാപ്പി ഹാപ്പി തന്നെ. ആയിരിക്കും അല്ലേ സർ? ഒരുപാട് ആൾക്കാർ ഞാൻ ഇറങ്ങുന്ന സമയമാണ് വിഷമിക്കുന്നു. പേടിക്കരുത്. റൈറ്റ് സർ. ഇപ്പൊ ഈ വെനിസ്വേല മാറ്ററിൽ തന്നെ ബജാജ് വന്നിട്ട് വെനിസ്വേലയ്ക്ക് പൾസസ് ആൻഡ് ബോക്സസ് എക്സ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ വെനിസ്വേലയുടെ ഫേവറേറ്റ് ബൈക്സിൽ ഇതിനെയും രണ്ടിനെയും പറയുന്നു. നമ്മുടെ ലിസ്റ്റിൽ ഇരിക്കുന്ന ആറിനാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഇത് എക്സ്പെൻസീവ് ആയിരിക്കുന്നു. ഇത് ലെസ് ദാൻ 1% ഓഫ് ഇറ്റ്സ് ടോട്ടൽ സെയിൽ. ഇത് അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇരുന്നും ഇതിനെ പേടിച്ച് മാർക്കറ്റിൽ അടിക്കുവാണെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് കയറി വളരെ എക്സ്പെൻസ് റേഞ്ചിൽ ഇരിക്കുന്നു.
ഞങ്ങൾ എങ്ങനെ നോക്കുന്നു എന്നാൽ പെട്ടെന്ന് ഒരു സ്വിംഗ് ട്രേഡിന്റെ മൈൻഡ് അകത്ത് വരുന്നു സർ. ഇപ്പൊ കൊടുത്തോണ്ട് തിരികെ അകത്ത് കയറാമ എന്ന ഒരു ട്രൈ തോട്ട് സർ. ചെയ്തോ, കൊടുത്തിട്ട് പിന്നെ അത് കയറിയെങ്കിൽ പിന്നെ സർ കിട്ടൂല. കല്യാൺ ജുവലറിയിൽ അങ്ങനെ ഒന്നായി ഇങ്ങനെ പറഞ്ഞപ്പോ പറയുന്നതാണത്. കല്യാൺ ജുവലേഴ്സ് ഒന്നും അങ്ങനെ വലിയ റേറ്റിനൊന്നും വന്നല്ലേ സർ. കൊടുത്ത പോയിന്റിൽ തന്നെ കുറച്ച് തന്നെ കയറി. അത് തന്നെ അതും കയറിയത് പോലെയല്ല ഒരു 1.5 വർഷം ഒരു ഇരിക്കുമോ സർ? വർഷം സാർ പറഞ്ഞായിരുന്നോ ഇല്ല ഉഷാറായിരുന്നോ എന്ന് പറഞ്ഞായിരുന്നോ? ആന അറിഞ്ഞതിനെ ഞാൻ നിനക്ക് പറയാം. അങ്ങനെ ചെയ്യണമെന്ന ആവശ്യമില്ല. ഒരുപാട് ബുദ്ധിശാലികളുണ്ട്. ആ ബുദ്ധിശാലികളെ ചോദിച്ച് നിങ്ങൾ ചെയ്യണം. ഇവിടെ വന്നിട്ട് കരയരുത്. അടുത്ത ഈ വെനിസുല അറ്റാക്ക് കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യയെ വിട്ട് പറക്കുന്നു സർ. മുമ്പേ ഓടിയിട്ടുണ്ടല്ലോ. അതിന് മുമ്പേയും പോയിട്ടുണ്ട് സർ. ഇത് ഒരു അവർ കാരണമായിട്ട് കുറച്ചുകൂടെ സംസാരിക്കരുത്. പോളിസി തെറ്റായ പോളിസി. അന്ന് 1,58,000 കോടി ജനുവരി 1 തീയതിയെ പോയി. ഇത് അതിന് വരാം. അടുത്തത് അതിലോട്ട് വരാം സർ. 1,58,000 കോടി ജനുവരിയിൽ തന്നെ പോയി. വീക്കില് 5,400 കോടി വെളിയിൽ പോയിരിക്കുന്നു നീ സർ. എന്തിനാണ് 2 ആഴ്ച എന്ന് പറയുന്നു? ആദ്യത്തെ 2 ദിവസത്തിൽ തന്നെ ജനുവരി 5 തീയതിനകത്ത് തന്നെ 3-4 ട്രേഡിങ്ങിൽ 5,000 കോടിക്ക് മുകളിൽ പോയി. ഇന്നലെയുള്ള ഫിഗർ നാളെ തന്നെ വരും. ഓൾറെഡി ഒരു 7-8,000 കോടി പോയിരിക്കും. ഈ വെനിസുല മാറ്റർ ഒരു സൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം ഇന്നും വലുതായിട്ട് വെളിയിൽ പോകുമെന്ന് നോക്കിയിരിക്കുന്നത് സർ. ട്രംപ് ഭാഗവതരാണ് ഇതിന്റെ ക്ലീൻ പ്രോബ്ലം. ഹാർവർഡ് ലുക്വിക് എന്ന് പറയുന്നു എന്നാൽ എന്നെ വിളിച്ചില്ല എന്ന് പറയുന്നു. മോദി എന്നെ വിളിച്ചാൽ തന്നെ ഞാൻ ഡീൽ ചെയ്തിരിക്കും. മോദി എന്നെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ എന്ത് പറയുന്നു എന്നാൽ അവർ വിളിച്ചു എന്ന് പറയുന്നു. അപ്പം യാർ പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നു? ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്താകാതിരിക്കുമ്പോൾ വൈറ്റ് ഹൗസിനെ ലാബി ചെയ്യാൻ 3 ആൾക്ക് കാശ് കൊടുത്തിരിക്കുന്നു എന്ന് അറിയാവുന്നിരിക്കുന്നു. ട്രംപ് എന്ത് പറയുന്നു എന്നാൽ നോക്ക് ഇത് വെളിയിൽ വന്നു, ഞാൻ തന്നെ അതിനെ തീർത്ത് വെച്ചു എന്നും പറയുന്നു. സോ ഇത് വന്നിട്ട് ബേസിക്കലി നിങ്ങൾക്കൊരു ഈഗോ വാർ നടക്കുന്നു. ഈ ഈഗോ വാർ കാരണം തിരുപ്പൂരിൽ ഇരിക്കുന്ന ജനങ്ങൾ, വെസ്റ്റേൺ സൈഡിൽ ഇരിക്കുന്ന ജനങ്ങൾ, പൂർവാനിയമ്പാടിയിൽ ഇരിക്കുന്ന ജനങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു. അത് പോർട്ട്ഫോളിയോനെ ഹിറ്റ് ചെയ്യുന്നു. അതിനെ ഞങ്ങൾ ഓപ്പൺ ആയതിനെ കാണുന്നു. അടുത്തത് വന്നിട്ട് ഒരു സൈഡ് FIA ഇങ്ങനെ വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം SIP വന്നിട്ട് 3 വർഷമായി നോക്കുമ്പോൾ ഡബിൾ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കുന്നു. പക്ഷേ ഇന്ന ന്യൂസ് വന്നു, ഡിസംബർ മാസത്തിൽ 8% കുറഞ്ഞിരിക്കുന്നു. ഇത് ടോട്ടൽ ഇക്വിറ്റിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ ഇടുന്ന കാശ് 8% കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. തിരികെ അത് 10% ആയിട്ട് 3 മാസം കുറയുവാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നും പ്രഷർ വരും. മാർക്കറ്റിൽ ഒരു പ്രഷർ ഇരിക്കും. ഇറ്റ്സ് മച്ച് മോർ എക്സ്പെക്റ്റഡ് ദാൻ ടേർണിയ. അത് ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കും. 500% ടാക്സ് തീരുന്നതായിരിക്കും. മൺഡേ ഈ ലിങ്ക്സികളിൽ നിന്ന ആള് തക്കതിമിത കളിക്കുവാണെങ്കിൽ പിന്നെ മാർക്കറ്റ് തിരികെ കുറച്ചുകൂടെ വരും. സർ ITC ജനുവരി 1 ബമ്പർ സർ. ലിറ്ററലി ഒരു മാതിരി ഭയങ്കര ഹാപ്പി ആയ ഡേ ആണ് സർ. മാർക്കറ്റിൽ വിളുന്ന കാരണം ഹാപ്പി ആയ ഡേ ആണ്. 65 വരയ്ക്കും വന്നു, പിന്നെ 44 വന്നു, ഇന്നും വിളുന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അല്ലാതെ സിഗരറ്റിന്റെ പ്രൈസസോ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. 72 രൂപയ്ക്കൊന്നും പോകില്ല. 22 പോകും, 80 രൂപ പോകുമൊക്കെ പറയുന്നു. അതെ സർ, അങ്ങനെ മീഡിയയിൽ ഇരുന്നു. അതല്ല മീഡിയയുടെ തന്നെ അല്ല, മീഡിയ എന്ന് പറയുന്നത് ഒരു പുള്ളിത്തരം മീഡിയ ആയി എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് പറയുമ്പോൾ എഴുതും. ഉടനെ അതിന് ഗോതി മീഡിയ എന്ന പേര് വെച്ചിരിക്കുന്നു. ആക്ച്വലായിട്ട് സിഗരറ്റിന്റെ വില 4 രൂപ 5 രൂപ എഴുതും. അതായത് ഹൈ എൻഡ് സിഗരറ്റ് 25 രൂപ കൊടുത്ത് ഒരു സിഗരറ്റ് ദം അടിക്കുന്നവൻ 70 രൂപ കൊടുത്ത് അടിക്കുമ്പോൾ അടിക്കൂല്ലയോ? അടിക്കും. ലോ എൻഡ് സിഗരറ്റ് അത്രയും കയറൂല. അല്ല വിലയ്ക്ക് വിറ്റില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അതിനെ റിവേഴ്സ് ചെയ്യും. വെച്ചാൽ ചൈന സിഗരറ്റ് അകത്ത് വരും, വിൽക്കാൻ തുടങ്ങും. ഒരു 2 ക്വാർട്ടർ പ്രോഫിറ്റ് അടിപ്പെടും. ശേഷം ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. ഇഷ്ടമുള്ളവർ അതിനെ വാങ്ങി യൂസ് ചെയ്യും. നമ്മൾ വിഷമിക്കേണ്ടത് ജനങ്ങൾ അത് ഈ അടുത്തിരിക്കുന്ന ടീ കടയിൽ വന്നിട്ട് വാങ്ങുന്നതാണ്. ആഴ്ച നോക്കുമ്പോഴും ജനങ്ങൾ വാങ്ങി യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. നമ്മളെ ഓഫീസിലുള്ള മക്കള് ഒരുപാട് ആൾക്കാർ ദമ്മടിക്കും ഈ എഴുതിക്കുന്ന ടീ കടയിൽ. എന്താ കാർ അങ്ങനെ ആ സൈഡിൽ പോവുകയാണെങ്കിൽ അങ്ങനെ മൂടി അവർ ഒളിച്ചു നിൽക്കും. സർ ഇത് ഞാൻ എന്ത് ചോദിക്കുന്നതെന്നാ, ഒരു ITC ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഇത് വിശ്വസിക്കണ്ട. കർണാടക ഇപ്പൊ ചോദിക്കണ്ട. നിങ്ങൾ വെള്ളക്കാരനെ ജപ്പാൻകാരനടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇല്ല. പിന്നെന്താ എന്താ സർ, പോയ ആഴ്ച ഞാൻ TV നോക്കിണ്ടിരിക്കുമ്പം ഒരു അഡ്വർടൈസ്മെന്റ് ഒന്ന് കണ്ടായിരുന്നു. ITCയിൽ ദാൽ അകത്ത് ഇറക്കിയിരിക്കുന്നു, പരിപ്പ്. അത് അവർ പാടിപ്പിറക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രീമിയം വീറ്റിന് പറയുന്നു. ആശീർവാദ് ഓൾറെഡി ഉണ്ട്. അത് ഈ പ്രീമിയം വീറ്റിന് പറഞ്ഞു അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഈ സിദ്ദഖ് മാത്രം വന്നുകൊണ്ടിരുന്നാലും അതർ സൈഡ് ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന് നോക്കിയാലും ആക്ച്വലി സ്പീക്കിംഗ് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ല, ഞാൻ എന്ത് പറയുന്നു എന്നാൽ ഇനി ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫുഡ് ബിസിനസ് ഡ്യൂ ടു സർവ് ബിസിനസ്സിൽ കൂടെ 100% ഗ്രോത്ത് ഇരിക്കുന്നു എന്നാണ് പറയുന്നു.
ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല. 140 രൂപയ്ക്ക് 17 രൂപ ഡിവിഡൻഡ് കൊടുക്കുവാണെങ്കിൽ നിയർലി 5% ഡിവിഡൻഡ് ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇടുന്ന ബദലായിട്ട് ഇതിന് കാശ് ഞാൻ ഇട്ടുകൊണ്ട് പോയേണ്ടിയിരിക്കാം. ഇത് ഇത്രയും സമയം കൊണ്ട് എന്താണ് ITC കുറിച്ച് സംസാരിക്കുന്നു എന്ന് സാർ എൻ്റെ അടുത്ത് നിങ്ങളെ ചോദിക്കണം സാർ. ചോദിച്ചിട്ട് ടയേർഡായ ഇല്ല. എത്രയാണ് സാർ ഇറങ്ങും? ഒരു നമ്പർ സാർ വച്ചിരിക്കും എൻ്റെ അതിനെ പറയണം. ഓൾറെഡി വളരെ അണ്ടർ വാല്യൂഡ് ആണ്. തെറ്റൊരു 2000 പോയിന്റ് വിളുവാണെങ്കിൽ ഒരു 20 രൂപ കൂടെ വിളാൻ ചാൻസ് ഇരിക്കുന്നു. ഇത് മാർക്കറ്റ് വളരെ താഴെ വിളുവാണെങ്കിൽ ഇവരെയും വിളാൻ ചാൻസ് ഇരിക്കുന്നു. ഓക്കെ സാർ, 300 വരും എന്ന് നമുക്ക് ഇത് നോക്കിയിരിക്കാം അല്ലേ? ഡെഫിനറ്റ് ആയിട്ട്. താങ്ക് യു സാർ. ഒരുപാട് ആൾക്കാരെ ചോദ്യം ITC എത്രയും പോകും എന്നാണ് ഇരുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സാർ. ഈ സിപ്ല ഈ റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം സ്റ്റോക്ക് എന്താകും എന്ന ചോദ്യങ്ങളുമുണ്ട്. ഗോൾഡ് വാല്യൂ ഡെഫിനറ്റ് ആയിട്ട് കയറും. അത് നാളെ നമുക്ക് സംസാരിക്കാം. അത് എന്തുകൊണ്ടെന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷെ ഒന്ന് തീർച്ചയായിട്ടും ഗോൾഡിന്റെ വാല്യൂ കയറും. ഇത്രയും കയറുമെന്ന് ഞാൻ ചോദിച്ച് പറയാം. താങ്ക് യു സാർ. നന്ദി, നമസ്കാരം.